പെരുമഴ തുടങ്ങി, ദുരിതവും തുടങ്ങുകയാണ്. സംസ്ഥാനത്ത് വ്യാപക മഴയാണ്, മഴക്കെടുതിയുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടുണ്ടായി. തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുമുണ്ട്. എന്തായാലും മഴക്കെടുതി നേരിടാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറയുകയാണ്. കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ അവരെടുത്ത് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും DOCകളും TOCകളും ശക്തിപ്പെടുത്തിക്കൊണ്ട് മഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചനകൾ എല്ലാം നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷഫീദ് റാവത്ത്, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, പത്തനംതിട്ട ശ്രീകുമാർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. ആദ്യം ഷഫീദിലേക്ക് പോവുകയാണ്. ഷഫീദ്, ആ റോഡിൽ രാവിലെ മുതൽ തന്നെ, ഇന്നലെ മുതൽ തന്നെ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ടോ? മഴ തുടരുന്നുണ്ടോ ഷഫീദ്? അശ്മി, തിരുവനന്തപുരം നഗരത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തൊരു വെള്ളക്കെട്ടിനാണ് ചാലയടക്കം സാക്ഷ്യം വഹിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തിരുവനന്തപുരം മേയർ വലിയ വ്യാപക വിമർശനം, ആക്ഷേപം, ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശനം നടത്തുകയാണ്. മേയർ എത്തിയിട്ടില്ല, മേയർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു വലിയ പരാതി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, കച്ചവടക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ ശാലയിലെ ഒരു ഭാഗത്തേക്ക് എത്തി. ഇപ്പോഴും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല മേയർ പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയുകയുമില്ല. കാരണം വലിയ പ്രതിഷേധങ്ങൾക്ക് അത് വഴിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ രാമചന്ദ്ര അടക്കമുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളുള്ള സ്ഥലങ്ങൾക്ക് ഫ്രണ്ടിലെ സ്ഥലത്താണ് ഇപ്പോൾ മേയർ ഈ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത്. എന്താണ് സംഭവം എന്നടക്കമുള്ള കാര്യങ്ങൾ മേയർ അവരോട് തേടുകയാണ്. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്തേക്ക് കുത്തുവാൾ സ്ട്രീറ്റും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമാണ് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഉണ്ടായ മഴയുടെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ വെള്ളം കയറി. വെള്ളം കയറിയത് മാത്രമല്ല അശ്മി, ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഈ സാധാരണ മനുഷ്യർ, അതായത് ഈ ചാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കമ്പോളമാണ്. അവിടേക്ക് സാധനം വാങ്ങാൻ എത്തുന്നത് സാധാരണക്കാരാണ്. ഈ ഹോൾസെയിലായിട്ട് സാധനം വാങ്ങാൻ എത്തുന്ന ചെറുകിട കച്ചവടക്കാരാണ്. ഇവരെ അടക്കം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടുള്ള ആ ഒരു വെള്ളക്കെട്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് ചാല ഭാഗത്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വ്യാപകമായി ആളുകൾ ഈ വെള്ളക്കെട്ടിലേക്ക് വീഴുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങളിലടക്കം നമ്മളത് വ്യാപകമായി കണ്ടതാണ്. എന്താണ് അതിന് പോംവഴി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും നഗരസഭ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തത് നമ്മൾ കണ്ടില്ല. ആളുകൾ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മളുടെ ലൈവിൽ തന്നെ ഏതാണ്ട് ഒരു 4ഓളം ആളുകൾ, സാധനം വാങ്ങാൻ എത്തിയ പ്രായമുള്ള 4ഓളം ആളുകൾ ഈ റോഡിന്റെ 2 വശത്തും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഓടക്കടക്കം കുഴിയെടുത്തിരുന്നു. ആ സ്ലാബുകളടക്കം പലതും മൂടിയിട്ടില്ല. അവിടേക്ക് ഇങ്ങനെ ആളുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നിത്യ കാഴ്ചയായി കാണുന്നത്. തലസ്ഥാന നഗരത്തിലൊട്ടും സ്വാഭാവികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സ്മാർട്ട് സിറ്റി എന്ന പേരിട്ടാണ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മഴക്കാലത്തിന് മുൻപ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്, വാക്ക് നൽകിയതാണ്. പക്ഷേ എങ്ങുമെങ്ങും എത്തിയില്ല. ആളുകൾ ദുരിതക്കയത്തിലാണ്, ആളുകൾ വെള്ളക്കെട്ടിലാണ്. സമാനതകളില്ലാത്ത ദുരിതവും ദുഃഖവും തിരുവനന്തപുരം നഗരത്തിലെ പ്രദേശവാസികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ഈ ഘട്ടത്തിൽ മേയർ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മേയറുടെ ആ സമീപനം എന്ന് നമുക്കറിയില്ല. മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൽക്കാലം വരുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പ്രതികരണത്തിന് ശ്രമിക്കും. കാരണം എന്താണ് ഇക്കാര്യത്തിൽ മേയർക്ക് പറയാനുള്ള മറുപടി എന്നറിയണം. കാരണം ഇവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ കുറച്ച് ആളുകളോട് മാത്രം സംസാരിച്ചിട്ട് പോകുന്നതല്ല മേയർ എന്നുള്ളതാണ് സ്വാഭാവികമായി നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഏതായാലും നമുക്ക് ആ പ്രതികരണത്തിലേക്ക് കൂടി, മേയറുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ നമുക്ക് അവർക്ക് സമ്മതമാണെങ്കിൽ തേടാം, അതല്ലെങ്കിൽ അവർ സംസാരിക്കില്ല എന്നുള്ള നിലപാടായിരിക്കും എടുക്കുക. ഏതായാലും വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം തുടർച്ചയായി 3 ദിവസം മഴ പെയ്തു. ശരിയാണ്, കാലവർഷമാണ്, മുൻകൂട്ടി അറിയാനടക്കം പലതരത്തിലുള്ള പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചാലയിലെ അടക്കം മനുഷ്യർ ഞെട്ടലോടെ നോക്കിക്കാണുന്നത്. കാരണം അവരുടെ വ്യാപാരങ്ങൾ പൂർണ്ണമായും നഷ്ടത്തിലായി, ആളുകൾ ദുരിതത്തിലാകുന്നു, ഒരു തരത്തിലും അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ ഈ ഭരണകൂടം എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും അവർ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഏതായാലും ഇപ്പോൾ ഈ മേയർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മേയർ ഈ പ്രധാനപ്പെട്ട വെള്ളക്കെട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നില്ല. അവിടെ വിമർശനം കടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഏതായാലും
ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർ ആളുകളുമായി വിവരശേഖരണം നടത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും മേയറെ പ്രതികരിക്കാനുണ്ടോ? അല്ല, ജസ്റ്റ് എന്താണ് ഈ വിഷയം? ആളുകൾ അല്ല മേയറെ നമ്മൾ ഈ പരിഹാരം ഉടനെ കാണോ? മേയറെ ഹാഷ്മി, ഇതാണ് മേയറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. അതായത് ഇപ്പോൾ സംസാരിക്കാനില്ല എന്ന് അവർ പറയുന്നു. അത് തന്നെ അത്യന്തം നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായ ആളുകൾ ഇങ്ങനെ ദുരിതത്തിലാകുമ്പോൾ തലസ്ഥാന ജില്ലയിലെ മേയർ അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് നാണക്കേടുണ്ടാക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനല്ല. കാരണം ഇതിനു മുൻപ് മേയറുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാൽ പോലും ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാം. നമ്മൾ കണ്ടതാണ്, നമ്മൾ മൈക്ക് നീട്ടിയപ്പോൾ അവർ സംസാരിക്കാനില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ മേയർക്ക് മറുപടിയില്ല. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ മേയർക്ക് മറുപടിയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ലക്ഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തർ, നമ്മുടെ ജോലി ഉത്തരവാദിത്തം ചെയ്തു, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. മേയർക്ക് പറയാനില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവിടെ ഉള്ള ദുരിതം സമാനതകളില്ലാത്ത ദുരിതമാണ്. സ്മാർട്ട് സിറ്റി എന്ന പേരിൽ റോഡ് നിർമ്മാണം തുടങ്ങി. ആ റോഡുകളൊക്കെ വലിയ തോടുകളായി മാറി. അവിടെ വലിയ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. നമ്മുടെ ലൈവിൽ തന്നെ, നമ്മുടെ ക്യാമറയിൽ തന്നെ മനുഷ്യർ ആ വെള്ളക്കെട്ടിലേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ, 2-3 ദൃശ്യങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു. മേയർ മറുപടി പറയേണ്ടതാണ്. നമുക്ക് നോക്കാം മറുപടി പറയുമോ എന്നുള്ള കാര്യം. എന്തായാലും കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിൽ നിന്ന് മനീഷ് മഹിബാൽ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. ആയിട്ടുള്ളൂ. ഞാൻ നിൽക്കുന്നത് കൈനഗിരി പഞ്ചായത്ത് 5-ാം വാർഡിൽ ചാലേച്ചിറ എന്ന ഭാഗത്താണ്. ഇവിടെ ഈ വീടിൻ്റെ അവസ്ഥയാണ് ഏകദേശം 200ഓളം വീടുകൾക്കുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഈ മഴ പെയ്യുന്നതിന് മുൻപ് ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഈ വീടിൻ്റെ അവസ്ഥ അതുപോലെയാണ്. ഈ ഏകദേശം കൈനഗിരി ഈ 5-ാം വാർഡ് ചാലേച്ചിറയിൽ 200ഓളം വീടുകളിലേക്ക് ഈ രീതിയിൽ വെള്ളം കയറി തുടങ്ങുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വെള്ളം കയറിയാൽ ഇവിടെ 200ഓളം വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയെ അത്രത്തോളം വെള്ളം വന്ന് നിറയുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ആഹാരം കഴിക്കാൻ പോലും സ്ഥലമില്ല. ഒരു ചാൻ കൂടെ കയറിയാൽ 4 കട്ടിൽ മുങ്ങും. അതും പൊക്കി വെക്കണം, അല്ലെ എവിടെങ്കിലും പോകണം. ഇങ്ങനെ വെള്ളം കയറാൻ കാരണം എന്താ? ഈ മഴ പെയ്തല്ല, പാടശേഖരം വെള്ളം കയറ്റിയതാ. അത് പിന്നെ മഴയായിപ്പോയി, അങ്ങ് വെള്ളം കയറി, അത്രയേ ഉള്ളൂ. ഈ ചാലേച്ചിറയിലുള്ള പല വീടുകളിലുള്ള ആളുകളും വലിയ ആശങ്കയിലാണ്. വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ഏത് രീതിയിലേക്കാവും പോവുക എന്ന അറിയാമല്ലാത്ത അവസ്ഥയാണ്. കൃഷി ഉപേക്ഷിച്ചെങ്കിലും ഈ പാടത്ത് വെള്ളം കയറി, വീടുകളിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കർഷകരുടെ ചെലവിൽ നമ്മൾ ഇവിടെ പമ്പിങ് നടത്തി വെള്ളം പറ്റിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിങ് നടത്താനായിട്ട് നമ്മൾ റെഡിയാണ്. പാടശേഖരം പമ്പിങ് നടത്താൻ റെഡിയാണ്. പമ്പിങ് ലേലം നടത്തി പെട്ടിയും പറയും എല്ലാം ഉറപ്പിച്ചു റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. കണക്ഷൻ കിട്ടാത്തതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ വെള്ളം കയറി കിടക്കുന്ന കാരണം ഇഴജന്തുക്കളുടെ ശല്യമുണ്ട്. വീട്ടിലെ പറമ്പിലുള്ള മുഴുവൻ പച്ചക്കറിയും വൃക്ഷങ്ങളും പോകുന്നൊരു അവസ്ഥയിലാണ് നടക്കുന്നത്. ഇവിടെ പെയ്യുന്ന മഴ മാത്രമല്ല, കിഴക്കൻ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ പെയ്യുന്ന മഴ ഈ മീനച്ചിലാർ, മണിമലയാർ, പമ്പയാർ വഴി ഈ കുട്ടനാട് പ്രദേശങ്ങളിൽ വന്നാൽ ഇവിടെ ജലനിരപ്പ് ഉയരും. വീടുകളിലുള്ള ആളുകൾക്ക് ഇനി വരുന്ന ദിവസം കൂടി മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഞാൻ നിൽക്കുന്നത് കൈനഗിരി പഞ്ചായത്ത് 5-ാം വാർഡ് ചാലേച്ചിറയിലാണ്. ഓക്കെ, മനീഷ് മഹിബാലാണ്. കുട്ടനാട്ടുകാർക്ക് വെള്ളപ്പൊക്കം ഒരു പുതിയ കാര്യമൊന്നുമല്ല. എല്ലാ തവണയും ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ തന്നെ അവരുടെ ജീവിതം അത്തരത്തിൽ ഡിസൈൻ ചെയ്തതാണ്. പരമകഷ്ടമാണ് എന്നേ പറയേണ്ടതുള്ളൂ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാനാണ് സാധ്യത. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അലക്സ് മുഹമ്മദ് ആ വാർത്തയുടെ വിവരങ്ങളും. അലക്സ്, അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ട മഴയുടെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ, കുറച്ചുകൂടി കനത്ത മഴ വരും ദിവസങ്ങളിലുണ്ട് എന്ന് കരുതണോ അല്ലേ? ഹാഷ്മി, തീർച്ചയായും 2 ദിവസം അത്തരത്തിൽ അതിതീവ്ര മഴ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പല ജില്ലകളിലും ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ഏറ്റവും ഒടുവിൽ 1 മണിക്ക് വരുന്ന അലർട്ടിലടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 14 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് ഇന്ന് മാത്രമല്ല, അടുത്ത വരുന്ന വെള്ളിയാഴ്ച വരെയും സംസ്ഥാനത്ത് അത്തരത്തിൽ പരക്കെ ശക്തമായതോ അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത 2 ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നു. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മലയോര മേഖലയിൽ തന്നെയാണ്. ആവർത്തിച്ച് പറയുന്നു, മലയോര മേഖലയിൽ കർശനമായ ജാഗ്രത വേണം. ഈ മഴയുടെ ഒരു പ്രത്യേകത, അത് ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് മഴ ലഭിക്കുന്ന രീതിയിലാണ് മഴ പെയ്യുന്നത്. അതിനാൽ മിന്നൽ പ്രളയം, അതുപോലെ മലവെള്ളപ്പാച്ചിൽ
സമാനമായി തന്നെ വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട് അതിനൊക്കെ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിധത്തിൽ തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. റവന്യൂ ഉദ്യോഗസ്ഥർക്കും അതുപോലെ ബന്ധപ്പെട്ട ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർക്കടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ അവർ ഒരു കാരണവശാലും ജില്ല വിട്ട് പുറത്തു പോകരുതെന്ന നിർദ്ദേശം ഇതിനോടകം കളക്ടർമാർ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യങ്ങളെ ഏകോപിപ്പിക്കണം. ജില്ലകളിലെല്ലാം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഈ കൂടുതൽ മഴ ബാധിക്കുന്ന താലൂക്കുകളിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത പൊതുജനങ്ങളും പുലർത്തണം. ഒപ്പം കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ആവർത്തിച്ച് വരും ദിവസങ്ങൾ കനത്ത മഴ തുടരുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന പ്രവചനം. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ആശുപത്രിക്ക് അടുത്തൊരു മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഫയർഫോഴ്സ് മരം നീക്കം ചെയ്തു. നഗരത്തിലൊരു വീടിന് മതിലിടിഞ്ഞു വീണു. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ രാവിലെ മുതൽ തന്നെ വരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടി ചെയ്യുന്നുണ്ട്. രാഹുൽ, ഹൈറേഞ്ചിലെ മഴയുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? അവിടെ വെള്ളക്കെട്ടിന് വലിയ പ്രശ്നമില്ലെങ്കിലും അതിൽ അല്ലാത്ത കുറേ അധികം പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഉണ്ടല്ലോ. ഹാഷ്മി, മലയോര മേഖലയിൽ അതിതീവ്ര മഴ ഇപ്പോൾ പെയ്യുന്നില്ലെങ്കിലും രാവിലെ മുതൽ അങ്ങനെ ആയിരുന്നില്ല. സാഹചര്യം ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴയാണ് ഹൈറേഞ്ച് മേഖലയിൽ പരക്കെ ലഭിക്കുകയും ചെയ്തത്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. തൊടുപുഴയിലും ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും മുന്നറിയിപ്പുകളും ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുള്ളതാണ്. അതനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള ജാഗ്രതയും ജനങ്ങളും പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, രാഹുലാണ് ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ശ്രീകുമാരൻ കുറിച്ചിരുന്നു. ശ്രീത്ത്, ഇന്നും നാളെയും കൂടെ പത്തനംതിട്ടയിൽ റെഡ് അലർട്ടാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും വലിയ മഴ ആ മേഖല പ്രതീക്ഷിക്കണം. ശ്രീത്ത്, തീർച്ചയായും ചുവപ്പൻ മുന്നറിയിപ്പ് അത് നേരിടാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ റെഡ് അലർട്ടായിരുന്നു, ഇന്ന് റെഡ് അലർട്ടാണ്, അത് നാളെയും തുടരും. ഓറഞ്ച് അലർട്ടായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത്. നേരത്തെ അലക്സ് സൂചിപ്പിച്ച പോലെ 1 മണിക്കുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വകുപ്പിന്റെ അലർട്ട് പ്രകാരം അത് റെഡായി മാറിയിരിക്കുന്നു. അതിൽ ആശങ്കപ്പെടാനോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. രാവിലെ മുതൽ തിമിർത്ത് പെയ്യുകയാണ്. കോന്നി ആയിക്കോട്ടെ, അത് റാന്നി ആയിക്കോട്ടെ, ലാഹ ആയിക്കോട്ടെ, അട്ടത്തോടായിക്കോട്ടെ, തിമിർത്ത് പെയ്യുകയാണ്. മഴ ഇപ്പോഴും പല മേഖലകളിലും തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയാണ്. തിരുവല്ല ഏതാണ്ട് 1/2 മണിക്കൂർ മുൻപ് ശക്തമായ മഴയായിരുന്നു. നിരണമടക്കമുള്ള മേഖലകളിൽ ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ്. അതുകൊണ്ട് തന്നെ ഗവി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഒരു കാരണവശാലും യാത്ര ചെയ്യരുത് എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് വിലക്കുണ്ട്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ കാഷ്വാലിറ്റീസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പത്തനംതിട്ടക്കാർ മഴ നന്നായി ആസ്വദിക്കുന്നുണ്ട്. കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ ഞങ്ങളുടെ ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജാഗ്രത തുടരുന്നുണ്ട്. ആശങ്ക ഒട്ടും തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇല്ല. ഹാഷ്മി, ഓക്കെ, നല്ല കാര്യം. ശ്രീ ശ്രീകുമാറാണ് പത്തനംതിട്ടയിലെ മഴ വിവരങ്ങൾ നൽകിയത്. താമീന പറയുകയാണ്, ചൂടായിരുന്നപ്പോൾ ഒന്ന് മഴ പെയ്താൽ മതി എന്നായിരുന്നു, ഇപ്പോൾ മഴ വന്നപ്പോൾ മഴക്കെടുതികൾ എന്ന് പറയുന്നത്. കൃത്യം ഒരാഴ്ച മുമ്പ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സൂര്യാഘാതത്തെ പറ്റിയും സൂര്യാതപത്തെ പറ്റിയും കൊടുംചൂടിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് മഴക്കെടുതിയെ പറ്റിയും വെള്ളക്കെട്ടിലെ പറ്റിയും വെള്ളക്കെട്ടിൽ ആളുകൾ വീഴുന്നതിനെ പറ്റിയൊക്കെ പറയേണ്ടി വരുന്നത് പ്രകൃതിയുടെ എന്തൊരു അപ്രവചനീയ മാറ്റമാണല്ലേ. ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം. മഴ നനയാതിരിക്കാൻ കടത്തിണ്ണയിൽ കയറുന്ന യുവാവ് വൈദ്യുതാഘാതമേറ്റു മരിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ് ദാരുണ സംഭവം. പുതിയോട്ടിൽ മുഹമ്മദ് റിജാസാണ് മരിച്ചത്. കേടുവന്ന സർവീസ് വയർ മാറ്റാൻ KCB അധികൃതർ വൈകിയതാണ് അപകടത്തിന് കാരണം എന്ന് ആരോപിക്കപ്പെടുന്നു. പരാതി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. തരാൻ പറ്റുമോ? നമുക്കറിയാം ഈ രാത്രി സമയത്ത് ഇങ്ങനെയാണ് ഇനി ഷോക്ക് ഉണ്ട് എന്നുള്ളത്. എന്നാ ഓരോട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിനെങ്കിലും ഒരു സീരിയസ്നെസ് കാണിക്കേണ്ട, എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ ജനങ്ങളോട്? മുഹമ്മദ് റിജാസിന്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല സംഭവം നേരിട്ട് കണ്ട സഹോദരൻ മുഹമ്മദ് റാഫിക്ക്. ഷോക്കേറ്റു പിടയുന്ന സഹോദരനെ രക്ഷിക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തി. ഇതിനിടെ മുഹമ്മദ് റാഫിക്കും ഷോക്കേറ്റു. ഒടുവിൽ നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും 18 വയസ്സുകാരൻ റിജാസിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മരണത്തിന് ഉത്തരവാദി KCB എന്ന് ബന്ധുക്കൾ. രാത്രി ഒരാൾക്ക് ഷോക്ക് ആയിട്ടുണ്ട്. 9 മണി വരെ ഷോക്ക് ആയിട്ടുണ്ട്. അയാളെ KCB വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് ഈ ബിൽഡിംഗ് സർവീസ് വയറിന് ലീക്കുണ്ടായ കാര്യം KCB അറിയിച്ചിരുന്നുവെന്ന് കടയുടമ മുഹമ്മദ് ഹാജി. 18-ാം തീയതി രാവിലെ വിളിച്ചിട്ട് അവിടെ കംപ്ലൈന്റ് ചെയ്ത്, അങ്ങനെ ഇന്നലെ 11 മണിക്ക് KCB-ന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് മീറ്റർ ഇതൊക്കെ പോയി കൺസ്യൂമർ നമ്പറൊക്കെ അടക്കം എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്, നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആളെ ഉടനെ വിടട്ടോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ എന്നാൽ രാത്രി വരെ അവർ എത്തിയിട്ടില്ല.
വൈദ്യുത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോവൂർ KICB സെക്ഷൻ AE സന്തോഷ് കുമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കോവൂർ KICB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇന്നലെ KICB നടത്തിയ പരിശോധനയിൽ വൈദ്യുത ലൈന് തകരാറില്ലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അപ്പോഴും വൈദ്യുത ലൈനിൽ തട്ടി നിൽക്കുന്ന ഈ മരച്ചില്ലകൾ എല്ലാത്തിനും സാക്ഷിയാണ്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. KICBയുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് ആരോപിക്കുകയാണ് നാട്ടുകാർ, സഹോദരൻ അടക്കമുള്ളവർ. എന്തായാലും ഉദ്യോഗസ്ഥന് വീഴ്ചയുണ്ടായാൽ നടപടി ഉണ്ടാകും എന്ന് പറയുകയാണ് വൈദ്യുത മന്ത്രി. അവിടെ ഒരു സ്ഥാപനത്തിന് നൽകിയ കണക്ഷൻ്റെ സർവീസ് വയർ അവിടുത്തെ മെറ്റൽ ഷീറ്റിൽ ഉരഞ്ഞ് ഇൻസുലേഷൻ നഷ്ടപ്പെട്ടത് മൂലമാണ് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. വിശദമായ പരിശോധനയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുന്നതായിരിക്കും. അതുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ഡെപ്യൂട്ടി സിനെ കൊണ്ട് എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ KICBയുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാം. ഇനി ഇന്ന് ലോകം ഞെട്ടിയ വാർത്തയിലേക്കാണ്. ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ വിദേശകാര്യമന്ത്രി ഹസൻ അമീർ അബ്ദുള്ള റഹിയാനുമുണ്ട്. അനുശോചിച്ച് ലോക നേതാക്കൾ. അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 50 ദിവസത്തിനകം നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാനും അസർബൈജാനും സംയുക്തമായി നിർമ്മിച്ച 3ാമത്തെ അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു മടങ്ങവെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന അമേരിക്കൻ നിർമ്മിത ബെൽ 212 ഹെലികോപ്റ്റർ തകർന്നത്. വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാൻ, കിഴക്കേ അസർബൈജാൻ ഗവർണർ മാലിക് റഹ്മത്തി, രാഷ്ട്രപതിയുടെ സുരക്ഷാ സേനാ മേധാവി, പരമോന്നത നേതാവ് അയത്തുള്ള ഖുമൈനിയുടെ പ്രതിനിധി എന്നിവരാണ് പ്രസിഡന്റിനൊപ്പം കൊല്ലപ്പെട്ടത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കിഴക്കേ അസർബൈജാൻ പ്രവിശ്യയിലെ ദിസ്മാർ കാടുകളിലാണ് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയത്. കനത്ത മഞ്ഞും തണുപ്പുമാണ് ഹെലികോപ്റ്റർ തകരാനിടയാക്കിയതെന്ന് വിദഗ്ധർ പറഞ്ഞു. സംഘത്തിലുണ്ടായിരുന്ന മറ്റു 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണ്. ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ ലോകരാജ്യങ്ങൾ അപലപിച്ചു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു ഇബ്രാഹിം റൈസി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുടങ്ങിയവരും റൈസിയുടെ മരണത്തിൽ അനുശോചിച്ചു. ഇറാന് പൂർണ്ണ പിന്തുണയുമായി ഹമാസ് രംഗത്തെത്തി. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബർ ഇടക്കാല പ്രസിഡന്റാകും. ഇറാൻ ഭരണഘടനയനുസരിച്ച് നിലവിലെ പ്രസിഡന്റ് മരിച്ചാൽ 50 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതിയ നേതാവാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് കൈക്കൊണ്ട നേതാവാണ്. സിറിയയിലെ ഇറാൻ എംബസി ആക്രമിക്കപ്പെട്ടതിനുള്ള പ്രതികാരമെന്നോണം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ വിശ്വസ്തനും യാഥാസ്ഥിതിക ഷിയ സമൂഹത്തിനിടയിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന നേതാവുമാണ് 63-കാരനായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഖൊമേനിയുടെ പിൻഗാമിയാകുമെന്ന് പോലും കരുതപ്പെട്ടിരുന്ന നേതാവ്. 1960-ൽ ജനിച്ച റൈസി തുടക്കത്തിൽ ഇറാന്റെ നീതിന്യായ സംവിധാനത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ടെഹ്റാനിലെ പ്രോസിക്യൂട്ടർ ജനറലും നിയമകാര്യ വിഭാഗത്തിന്റെ ഉപമേധാവിയും രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലുമായ ശേഷമാണ് 2021 ജൂണിൽ പ്രസിഡന്റായത്. 2017-ൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും മിതവാദിയായ ഹസൻ റൗഹാനിയോട് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ 2021-ൽ ഇറാന്റെ വെറ്റിംഗ് സംവിധാനത്തിലൂടെ പ്രധാന എതിരാളികളെല്ലാം അയോഗ്യരാക്കപ്പെട്ടതിനെ തുടർന്നാണ് റൈസി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ 62% വോട്ട് നേടി റൈസി പ്രസിഡന്റായി. 85-കാരനായ അയത്തുള്ള അലി ഖൊമേനിയുടെ മേൽനോട്ടത്തിലാണ് ഇറാന്റെ ഭരണമെങ്കിലും പ്രസിഡന്റ് എന്ന നിലയിൽ ആണവായുധ നിർമ്മാണത്തിനുതകും വിധം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് റൈസി സ്വീകരിച്ചത്. അന്താരാഷ്ട്ര ആണവ പരിശോധനകളെ തടയാനുള്ള റൈസിയുടെ ശ്രമങ്ങൾ പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായി സംഘർഷങ്ങൾക്കിടയാക്കി. സിറിയയിലെ ദമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിക്കുകയും ഇറാന്റെ ജനറലുമാരെ വധിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരമായി ഇസ്രായേലിലേക്ക് 300ഓളം ഡ്രോണുകളും മിസൈലുകളും അയച്ച് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയിരുന്നു. അധികാരത്തിലെത്തിയ ശേഷം ഹിജാബ് നിയമങ്ങൾ കർക്കശമാക്കിയതിനു പിന്നാലെ 2022-ൽ നിയമാനുസൃതം തല മറച്ചില്ലെന്ന ആരോപണത്തിന് മതപോലീസ് കസ്റ്റഡിയിലെടുത്ത
മഹ്സ അമീനി എന്ന കുർദു വനിത മരിച്ചതിനെ തുടർന്ന് ഇറാനിൽ ജനാധിപത്യ പ്രക്ഷോഭം ശക്തമായിരുന്നു. 500-ലേറെ പേർ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെടുകയും 22,000-ത്തിലധികം പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു. ഇറാൻ ഇറാഖ് യുദ്ധത്തെ തുടർന്ന് 1988-ൽ 5000 തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ റെയ്സിക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അമേരിക്കയിൽ നിന്നും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും ഉപരോധം നേരിടുന്ന വ്യക്തി കൂടിയാണ് റെയ്സി. റിസർച്ച് ഡെസ്ക് 24. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റയീസിയുടെ മൃതദേഹം കണ്ടെത്തി. മുഹമ്മദ് മൊക്ബർ ഇറാന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. 50 ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് PP ജെയിംസ് കൂടി ചേരുന്നു. ജെയിംസ്, അപ്പോൾ ഹെലികോപ്റ്റർ അപകടം, അതിൻ്റെ ഞെട്ടൽ, അതിൻ്റെ ഷോക്ക്, അത് മാറുന്ന അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം, ഈ അപകടത്തിൽ കോൺവോയായി പോയ 3 വിമാനങ്ങളിൽ ഒന്ന് മാത്രം, പ്രസിഡന്റും വിദേശകാര്യമന്ത്രി അടക്കമുള്ള ഒരു വിമാനം മാത്രം തകർന്നു വീണതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതാണ്. എന്തെങ്കിലും ഉത്തരമുണ്ടോ? ഹാഷ്മി, ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ കുഴക്കുന്ന ഒരു ചോദ്യം അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയും വിദേശകാര്യമന്ത്രിയും 9 അംഗങ്ങളടങ്ങുന്ന സംഘവും കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ലോക രാഷ്ട്രീയത്തിൽ തന്നെ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇറാൻ്റെ രാഷ്ട്രീയ ഘടനയിൽ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ഉക്രൈൻ ഇസ്രായേൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അവരുടെ ഏറ്റവും ശക്തനായിട്ടുള്ള ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയും വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹങ്ങൾ തബ്രിസ് എന്ന നഗരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. എന്ന് മാത്രമല്ല, ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നൊക്കെ അനുശോചന പ്രവാഹം നടക്കുന്നു. അതിലൊരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായത് ഈ മിനിറ്റുകളിൽ വന്ന ഒരു പ്രമേയം ഹമാസിൻ്റേതാണ്. ഇസ്രായേലുമായി ഗസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹമാസിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ഇറാനാണ് ഞങ്ങളെ യുദ്ധത്തിൽ ഏറ്റവും സഹായിച്ചുകൊണ്ടിരുന്ന രാജ്യം, ഞങ്ങളുടെ വാല്യുബിൾ സപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഈ യുദ്ധത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇസ്രായേലുമായിട്ട് കടുത്ത എതിർപ്പിൽ ഞങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കെ ഞങ്ങളുടെ ഏറ്റവും സഹായമായിരുന്ന ഇറാൻ്റെ പ്രസിഡൻറ്റും അവിടുത്തെ വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഞങ്ങളെ വല്ലാതെ ദുഃഖിതരാക്കുന്നു എന്നാണ് ഹമാസ് പറയുന്നത്. ഒപ്പം തന്നെ അപ്പോൾ ഹമാസും ഇറാനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ വിദേശകാര്യമന്ത്രി കൊല്ലപ്പെട്ട വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹാൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിൽ പോയി ഹമാസിൻ്റെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ ഇറാൻ്റെ ഒരു മൃദുവായ മുഖം, കൺസർവേറ്റീവ് പാർട്ടിയുടെ മുഖമായിരുന്നു ഒരുപക്ഷെ ഈ ഫോറിൻ മിനിസ്റ്റർ. ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഇന്ത്യയുടെ ജീവനക്കാരടങ്ങുന്ന ഇസ്രായേലി ബന്ധമുള്ള കപ്പൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് തട്ടിക്കൊണ്ടുപോയപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ വിളിച്ചത് ഈ അബ്ദുള്ളയാണ്. അദ്ദേഹം ഹുസൈൻ അബ്ദുള്ള ഇടപെടുകയും ഇന്ത്യയിലെ ജീവനക്കാരെ വിട്ടയക്കാനായിട്ട് കാര്യമായിട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് വിദേശകാര്യമന്ത്രി. ഇബ്രാഹിം റെയ്സിയാണ് ചബഹാർ പോർട്ട് ഇന്ത്യക്ക് 10 വർഷത്തെ കരാറിൽ ഒപ്പിടാൻ തയ്യാറായത്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വേർപാട് ഒരു തരത്തിൽ ദുഃഖിപ്പിക്കുന്നതാണ്. എന്തായാലും റഷ്യ, ചൈന അടങ്ങുന്ന കൂട്ടുകെട്ട് വളരെ ശക്തമാക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ് ഇബ്രാഹിം റെയ്സിയും. ഫോറിൻ മിനിസ്റ്ററും ഇന്റർനാഷണൽ റിലേഷൻസിൽ വലിയ രീതിയിൽ PhD എടുത്തിട്ടുള്ള ആളാണ് വിദേശകാര്യമന്ത്രി ഹുസൈൻ അബ്ദുള്ള. അപ്പം അദ്ദേഹത്തിൻ്റെ വേർപാട് അവരുടെ ഏറ്റവും ശക്തമായ മുഖമാണായിരുന്ന സുലൈമാനി കൊല്ലപ്പെട്ടപ്പോൾ സുലൈമാനി ഓഫ് ഡിപ്ലോമസി എന്നാണ് ഈ വിദേശകാര്യമന്ത്രിയെ കുറിച്ച് പറയുന്നത്. 63-കാരനാണ് കൊല്ലപ്പെട്ട പ്രസിഡന്റ്. എന്തായാലും അവരുടെ മൃതശരീരങ്ങൾ തബ്രീസിൽ എത്തിച്ചിരിക്കുന്നു. പുതിയ പ്രസിഡന്റ് മൊക്ബർ, അദ്ദേഹം വളരെ ഹാർഡ് ലൈനറാണ്, തീവ്ര നിലപാടുകാരനാണ്. അതുകൊണ്ട് ഇറാൻ്റെ നയങ്ങളിൽ മാറ്റമുണ്ടാവില്ല. ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ യുദ്ധവും ഏത് ദിശയിലേക്ക് മാറുമെന്നുള്ളതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ തന്നെ ഇറാനും റഷ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള സഹകരണം ഉക്രൈൻ യുദ്ധത്തിലുണ്ട്. ഇസ്രായേലിന് എതിരെയുള്ള യുദ്ധത്തിൽ ഹമാസിന് എല്ലാവിധ ആയുധങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഇറാൻ തന്നെയാണ്. അതിലൊന്നും മാറ്റമുണ്ടാവില്ല. 50 ദിവസത്തിന് ശേഷം ഇനി ആരായിരിക്കും പ്രസിഡന്റായി വരിക എന്നാണ് അറിയാനുള്ളത്. ഹാഷ്മി,
ഓക്കെ, അപ്പോൾ എന്തായാലും അത് അമേരിക്കയ്ക്കെതിരെ അമേരിക്കയുടെ പ്രതിരോധത്തിനെ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണോ എന്ന് മുന്നോട്ട് പോയ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ എടുക്കാത്ത കടുത്ത നിലപാട് സ്വീകരിച്ച ഒരു രാജ്യത്തിലെ പ്രസിഡന്റാണ്. സ്വാഭാവികമായും ദുരൂഹത സംശയിക്കും. ഇവിടെ അനീസ് പുള്ളികൾ ചോദിക്കുന്നുണ്ട്, കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു എന്ന് പറയുന്നതല്ല. കുറേ അധികം പ്രേക്ഷകർ പറയുന്നത് അങ്ങനെയല്ല, അപകടത്തിൽ മരണപ്പെടുകയല്ല, അപകടത്തിൽ കൊല്ലപ്പെടുക എന്നുള്ളത് തന്നെയാണ് ശരിയായ പ്രയോഗം. തിരുവനന്തപുരത്ത് ചോദിക്കുകയാണ്, തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് റോഡ് ഫുള്ള് കുഴിയും മഴയും കൂടിയായപ്പോൾ ആ കുഴിയിൽ വീഴുന്നവർ എണ്ണം കൂടി. ആ കുഴികൾ എന്ന് ശരിയാകും എന്ന് ചോദിക്കുകയാണ്. ആ കുഴികൾ എന്ന് ശരിയാകുമെന്ന് പറയേണ്ടത് ഭരണ സംവിധാനവും മേയറൊക്കെയാണ്. മേയറോട് നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും മിണ്ടില്ല എന്നാണല്ലോ മേയറുടെ നിലപാട്. അപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണ് അത് ശരിയാക്കാനുള്ള നടപടികൾ ഉണ്ടാവുക. എന്തായാലും യാഥാർത്ഥ്യമാണ്, അവിടെ കുഴികളിൽ മനുഷ്യർ വീഴുന്നുണ്ട്. അത് വലിയ അപകടങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ, അത്രയല്ലേ പറയാൻ കഴിയൂ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. നേര്യമംഗലത്തിനടുത്താണ് കാട്ടാനകൾ നടുറോഡിൽ തമ്പടിച്ചിരിക്കുന്നത്. RRT ആനയെ തുരത്താൻ ഉടനെത്തും. രാഹുൽ വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. രാഹുൽ, അവിടെ തന്നെ നിൽപ്പാണോ? ഹാഷ്മി, ആനകൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേര്യമംഗലം വനമേഖലയാണ്, ആനകൾ സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ആനകളാണ് നിലവിൽ ഈ ദേശീയപാതയിൽ ഇറങ്ങി നിലയുറപ്പിച്ചിരിക്കുന്നത്. നേര്യമംഗലത്ത് നിന്ന് RRT സംഘം ആനയെ തുരത്താൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി വനം വകുപ്പ് സ്വീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി, ഓക്കെ, അതാ എന്താണ് മരണപ്പെട്ടു എന്നതാണ് ശരിയെന്ന് ബേസിൽ പറയുന്നു. അല്ല, കൊല്ലപ്പെട്ടു എന്നാണ്. കിൽഡ് ഇൻ ആക്സിഡൻറ്റ് എന്നല്ല ഇംഗ്ലീഷിൽ പ്രയോഗിക്കുക. അല്ല, ഡൈഡ് ഇൻ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കേട്ടുണ്ടോ? ഇല്ല, അപ്പോൾ പ്രയോഗം അപകടത്തിൽ കൊല്ലപ്പെടുക തന്നെയാണ്, മരണപ്പെടുക അല്ല. അരുൺ ജി മുട്ട പറയുന്നു, ബ്രോ, മഴക്കാലം എത്തിയതോടെ പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പനി പോലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ആശുപത്രിയിൽ പോവുക. ഡെങ്കിപ്പനി, എലിപ്പനി, മലമ്പനി തുടങ്ങിയ പനികൾ പലവിധമാണ്. അത് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. എന്ത് പനിയുണ്ടെങ്കിലും നേരെ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ നേരെ ആശുപത്രിയിലേക്ക് പോവുക. കാര്യം പലവിധ വ്യാധികളുടെ കാലമാണ്, വല്ലാത്ത കാലമാണ്. അവയവക്കടത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഇറാനിൽ ആളുകളെ എത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 3 വർഷത്തിനിടെ 200 പേരെയാണ് സംഘം അവയവക്കടത്തിന് ഇരകളാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ സബത്ത് നാസർ മാത്രം 20 പേരെ ഇറാനിലെത്തിച്ചു. കേസിൽ ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് സൂചന. തൃശൂർ സ്വദേശിയായ സബിത്ത 20 പേരെ വൃക്ക നൽകുന്നതിനായി ഇറാനിലെത്തിച്ചെന്നാണ് മൊഴി നൽകിയത്. ഇതിൽ ഒരാൾ പാലക്കാട് സ്വദേശിയാണ്. 19 പേർ ഉത്തരേന്ത്യക്കാരും. പാലക്കാട് നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സബിത്തിനെ പോലീസ് പിടികൂടിയതെന്നും സൂചനയുണ്ട്. കൂടുതലും സ്ത്രീകളാണ് സബിത്തിന്റെ വലയിൽ കുടുങ്ങിയത്. ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ അവയവ മാഫിയയുടെ നെറ്റ്വർക്ക് വളരെ ശക്തമാണെന്നും ഇത്തരക്കാരെ പിടിച്ചുകെട്ടണമെന്നും IMA ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് രോഗികളാണ് അവയവദാനം കാത്തിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്ത് മസ്തിഷ്ക മരണാനന്തര അവയവദാനം, അതായത് മരിച്ചുപോയ ആൾക്കാരിൽ നിന്ന് അവയവെടുക്കുന്ന പ്രക്രിയ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു നയത്തിലേക്ക് എത്തിച്ചേരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രക്രിയകളെയും കുറിച്ചും അന്വേഷണം ഉണ്ടാവണം. സംഘത്തിലെ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു. സബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 24 കൊച്ചി. രാജ്യം 5ാം ഘട്ട വിധിയെഴുത്ത് തുടരുന്നു. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5ാം ഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 11 മണി വരെ 23.66% പോളിംഗ് രേഖപ്പെടുത്തി. അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അനിൽ അംബാനി, മായാവതി, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ആദ്യ 4 ഘട്ടങ്ങളിൽ കണ്ട പോളിംഗ് ശതമാനത്തിന് ട്രെൻഡ് തന്നെയാണ് 5ാം ഘട്ടത്തിലൊന്നും വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ഭേദപ്പെട്ട പോളിംഗ് എന്നതിനപ്പുറം ഒരു വലിയ പോളിംഗ് ശതമാനം 5ാം ഘട്ടത്തിലും ഇല്ല. അക്ഷയ് കുമാറും സുനിൽ ഷെട്ടിയും അടക്കം നിരവധി സിനിമാ താരങ്ങളാണ് മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. വളർത്തുമൃഗങ്ങളുമായി വോട്ട് ചെയ്യാനെത്തിയ ചിലരെയും മുംബൈയിൽ കണ്ടു. നാസിക്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ടിംഗ് മെഷീനിൽ മാല ചാർത്തിയതും കൗതുകമായി. മുംബൈയിൽ എക്കാലവും പോളിംഗ് ശതമാനം 50 കടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതാണ് പതിവ്. ഇത്തവണ ആദ്യ മണിക്കൂറിലെ കാഴ്ചയും വ്യത്യസ്തമല്ല. മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലമാണ് താര വോട്ടർമാരുടെ എണ്ണ കൂടുതൽ കൊണ്ട് ശ്രദ്ധേയമായത്. വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ നടി ജാൻവി കപൂർ ബാന്ദ്ര സെയിന്റ് ആൻഡ് സ്കൂളിൽ വോട്ട് ചെയ്തു. പിന്നാലെ അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി എന്നിവരും
വോട്ട് രേഖപ്പെടുത്തി. मुद्दा आज मुद्दे की बात करने की का टाइम नहीं है. आज बात करने का टाइम है कि सरवाना बाहर येऊन सबको बाहर आके वोट करना बहुत ज़रूरी है. मुंबई ने कभी 50% 60% से ऊपर वोट किया नहीं है. तो आई थिंक कहीं ना कहीं हमको वो जिम्मेदारी पूरी निभानी चाहिए. ഗാനരചയിതാവ് ഗുൽസാർ, ബോണി കപൂർ, മകൾ ഖുഷി, നടൻ ഇമ്രാൻ ഹാഷ്മി എന്നിവർക്കും ബാന്ദ്രയിലെ ഇതേ സ്കൂളിലായിരുന്നു വോട്ട്. ബാന്ദ്രയിലെ മറ്റൊരു സ്കൂളിലാണ് സൂപ്പർ താരങ്ങളായ ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നിവർക്കും സച്ചിൻ ടെണ്ടുൽക്കർക്കും വോട്ട്. തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിക്കുന്നതായി RBI ഗവർണർ ശക്തികാന്ത് ദാസ് വോട്ട് ചെയ്ത ശേഷം മുംബൈയിൽ പറഞ്ഞു. അതിനിടെ രണ്ടുപേർ വളർത്തുപട്ടികളെയും എടുത്ത് വോട്ട് ചെയ്യാൻ എത്തിയത് കൗതുക കാഴ്ചയായി. They are like our kids only and they also needed to go and see how election process works, so we decided to bring them along. Not at all. They were absolutely as peaceful as what they are right now. They were inside also as peaceful only. മുംബൈയിൽ പോളിംഗ് ദിനത്തെ ശ്രദ്ധേയമാക്കുന്നതിൽ പോരാട്ടത്തിന്റെ കാഠിന്യം മാത്രമല്ല, സെലിബ്രിറ്റി വോട്ടർമാരുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ്. ബാന്ദ്രയിലെ സെയിന്റ് ആൻസ് സ്കൂളിലെ ബൂത്തിലേക്കും നിരവധി സെലിബ്രിറ്റികൾ രാവിലെ മുതൽ ഇങ്ങനെ എത്തുകയാണ്. സെയിന്റ് ആൻസ് സ്കൂളിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഒന്നാം ഘട്ടത്തിൽ കണ്ട, അല്ലെങ്കിൽ ഒന്നാം ഘട്ടം മുതൽ കണ്ട ശതമാനക്കുറവ് അഞ്ചാം ഘട്ടം എത്തി നിൽക്കുമ്പോഴും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. ഒരു വലിയ കുതിച്ചാട്ടമൊന്നുമില്ല. നമുക്ക് തോന്നുന്നു 7 ഘട്ടത്തിലും ഏതാണ്ട് അതേ ട്രെൻഡ് തന്നെയാണ്. ആ ട്രെൻഡ് എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരിക്കണം. വസന്തകുമാരി പറയുന്നു, ഓടകളും കനാലുകളും വേനൽക്കാലത്ത് തന്നെ വൃത്തിയാക്കിയാൽ പെട്ടെന്ന് വരുന്ന ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാം എന്ന് ഓരോ പ്രദേശവും കണ്ടപ്പോൾ തോന്നി. ചെയ്യേണ്ടവർ ചെയ്യേണ്ട ചേച്ചി, മുട്ടുമ്പോൾ കുനിയുക എന്ന് പണ്ട് ഉള്ളൊരു പഴഞ്ചൊല്ല് വെറുതെ ഉണ്ടായ പഴഞ്ചൊല്ലല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന് പഞ്ചസാര കൊണ്ട് തുലാഭാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് പ്രവർത്തകരാണ് വഴിപാട് നേർന്നത്. 75 കിലോ പഞ്ചസാര കൊണ്ട് പുറപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് തുലാഭാരം നടത്തിയത്. പ്രവർത്തകരുടെ ആഗ്രഹപ്രകാരമാണ് തുലാഭാരം നടത്തിയത് എന്ന് VD സതീശൻ പ്രതികരിച്ചു. കോലഞ്ചേരിയിൽ മഴുവിന് ആക്രമിച്ചു എന്നാണ് പറയുന്നത്. മാമ്പക്കാട് സ്വദേശി ജോർജിന്റെ പേരിൽ കുന്നത്താട് പോലീസ് കേസെടുത്തു. മഴ അടിയേറ്റ മാത്യു ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഴുവിനെ ആക്രമിച്ചു, അതിനുശേഷം കാറ് തല്ലി തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രൈം വാർത്തകളുടെ ഒരു ഘോഷയാത്രക്കാലമാണ്. ഗുണ്ടാക്രമണം, കൊലപാതകം, ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക, എന്തൊരു കാലമാണോ എന്തോ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച വിശ്വാസികൾ. മൃതദേഹം തിരുവല്ലയിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, എങ്ങനെയാണ് വിശ്വാസികൾ വിട ചൊല്ലുന്നത്? നാളത്തെ സംസ്കാരത്തിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ശ്രീ ഡോക്ടർ ജിനു സക്രിയവുമൻ മുന്നോട്ട് കടന്നു വന്ന ഒരു വാക്ക് ഹാഷ്മി, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷന്റെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് തിരുവല്ലയിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ ഭൗതികദേഹം എത്തിച്ചത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇതിനോടകം തന്നെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നൂറുകണക്കിന് വിശ്വാസികൾ ഓരോ നിമിഷവും ഈ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൊച്ചിയിൽ എത്തിച്ച ഭൗതികദേഹം രാത്രിയോട് കൂടിയാണ് ഈ തിരുവല്ലയിൽ എത്തിച്ചത്. പിന്നീടാണ് ഈ കൺവെൻഷൻ സെന്ററിൽ ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. മന്ത്രിമാർ, രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക നേതാക്കളെല്ലാം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. നാളെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 7ാം ഘട്ട ശുശ്രൂഷ ചടങ്ങുകളോടെയാണ് സംസ്കാരം പൂർണ്ണമാവുക. ഈ സഭാ ആസ്ഥാനത്ത് രാവിലെ 11 മണിയോടുകൂടി ഖബറടക്കം നടക്കുമെന്നതാണ് ഈ സഭാ അധികാരികൾ അറിയിക്കുന്ന കാര്യം. ഈ 17ാം വയസ്സിലാണ് ആത്മീയതയിലേക്ക് KP യോഹന്നാൻ ഇറങ്ങുന്നത്. അന്ന് ഈ സുവിശേഷ പ്രാസംഗികനായിരുന്നു തുടക്കം. 1980കളിൽ റേഡിയോകളിലൂടെ സുവിശേഷ പ്രാസംഗികനായി. അന്ന് 80കളിൽ വലിയ മാറ്റമുണ്ടാക്കിയിരുന്നു ഇത്തരത്തിലുള്ള സുവിശേഷ പ്രസംഗം. ആ ഒരു സുവിശേഷ പ്രസംഗ രീതിയെല്ലാം തന്നെ മാറ്റിമറിച്ച ഒരു രീതിയായിരുന്നു ഈ KP യോഹന്നാന്റെ ആത്മീയ യാത്ര എന്നുള്ള പ്രഭാഷണം. ബൈബിൾ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് ഈ ആത്മീയ യാത്ര എന്ന പേരിൽ പരിപാടി അവതരിപ്പിച്ചിരുന്നത്. 80കളിൽ നിന്ന് 90കളിലേക്ക് കടന്നതോടുകൂടി തന്നെ റേഡിയോയിൽ നിന്ന് ടെലിവിഷനിലേക്ക് മാറുകയും ആ ഒരു സുവിശേഷ പ്രസംഗം വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് ദീർഘനാൾ വിദേശത്തായിരുന്നു. വിദേശത്ത് ദീർഘനാൾ പ്രവർത്തിച്ച ശേഷമാണ് പിന്നീട് ഈ തിരുവല്ലയിൽ എത്തുകയും ബിലീവേഴ്സ് ചർച്ച് എന്ന ഒരു
സഭ തന്നെ കെട്ടിപ്പടുക്കുകയും ചെയ്തത്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നിരവധി ശാഖകൾ നിലവിലുണ്ട്. എന്തായാലും ഓരോ മണിക്കൂറുകളിലും ആയിരക്കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 11 മണിയോടെ ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്തുകയുമാണ്. എറണാകുളം കോലഞ്ചേരിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. മഴകൊണ്ട് ആക്രമണം. മാമ്പക്കാട് സ്വദേശി ജോർജിനെതിരെ കുന്നത്തനാട് പോലീസ് കേസെടുത്തു. മാമ്പക്കാട് സ്വദേശി മാത്യുവിനെയാണ് ജോർജ് മഴകൊണ്ട് ആക്രമിച്ചത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എസ് ശ്യാംകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. ശ്യാം, എന്താണ് ഇതിന്റെ പ്രകോപനം? തച്ചിൽ നിന്ന് വെട്ടിപ്പൊട്ടിക്കുക. ഹാഷ്മി, ഈ ജോർജ് എന്ന് പറയുന്നയാൾ 7ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അക്രമത്തിന് ശേഷം മഴ കൊണ്ടാണ് ആ വീട്ടുകാരനെ അടിച്ച് പരിക്കേൽപ്പിച്ചത്. അതിൽ നിന്ന് ആ മഴ ഊരിത്തെറിച്ച് പോവുകയും ചെയ്തു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആൾ ആശുപത്രി വിടുന്ന മുമ്പ് തന്നെ സ്റ്റേഷൻ ജാമ്യം നൽകി പ്രതിയെ കുന്നത്തുനാട് പോലീസ് വിട്ടയച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. എങ്ങനെയാണ് ഈ ഒരു മാരകായുധം കൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതിയെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാൻ സാധിക്കുക എന്നുള്ളത് പോലീസിനോട് തന്നെ ചോദിക്കേണ്ട ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഗുണ്ടാക്രമണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുന്നത്തുനാട് പോലീസിന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനം നടന്നിരിക്കുന്നത്. ഈ അക്രമത്തിന് ശേഷമാണ് പിന്നീട് ആ മഴുക്കൈ ഉപയോഗിച്ച് ആ പുതിയ കാർ തല്ലി തകർക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കാറിന്റെ ചില്ലുകൾ എല്ലാ വശത്തും നടന്ന് തല്ലി തകർക്കുകയാണ്. അവിടെ നിന്ന് ആളുകളൊക്കെ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കാതെയാണ് ഈ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. 7ലധികം ക്രിമിനൽ കേസുകളിലെ ഒരു പ്രതിക്കാണ് കുന്നത്തുനാട് പോലീസ് ഇത്രയും വലിയ സൗജന്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഹാഷ്മി, ഒരു മഴ കൊണ്ട് കാറൊക്കെ അടിച്ച് പൊളിച്ച് ആ കാറിൻ്റെ ഉടമയെ അടിച്ച് അയാൾക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. പന്തീരങ്കാവ് സമാനമായ കേസിൽ എടുക്കാവുന്ന കേസിൽ പോലും കേസെടുക്കാതെ വിട്ട ഒരാളെയും അയാൾ ജർമ്മനിയിലേക്ക് നാട് കടന്നതും പോലീസ് ഇപ്പോൾ റെഡ് കോർണർ ബ്ലൂ കോർണർ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വിവാദ പരമ്പരകൾക്കിടെ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ 3ാം വാർഷികം ഇന്ന്. തുടർഭരണമെന്ന ചരിത്രവുമായി സത്യപ്രതിജ്ഞ ചെയ്ത രണ്ടാം പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് മുഖ്യമന്ത്രിയും മകൾക്കുമെതിരെയുള്ള മാസപ്പടി വിവാദമാണ്. 2ാം വർഷത്തിന്റെ അവസാന നാളുകളിൽ സോളാർ സമരം അവസാനിപ്പിച്ചതിൽ ഒത്തുതീർപ്പെന്ന വെളിപ്പെടുത്തലും സർക്കാരിനും CPIM-നും തലവേദനയാണ്. സർക്കാരിന് 3ാം വാർഷികത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. സ്വർണ്ണക്കടത്ത് വിവാദത്തെ അതിജീവിച്ചാണ് തുടർഭരണമെന്ന ചരിത്ര നേട്ടവുമായി രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റത്. എന്നാൽ സത്യപ്രതിജ്ഞ മുതൽ നാളിതുവരെ രണ്ടാം പിണറായി സർക്കാരിനെ വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞിട്ടില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ ഏറെ പഴികേട്ട സിൽവർ ലൈനിൽ നിന്ന് സർക്കാർ പിന്നോട്ട് വലിഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷനിലും പലതവണ കേന്ദ്ര ഏജൻസികൾ സർക്കാരിനെ വിരട്ടി. ഇന്ധന സെസ്സും വിലക്കയറ്റവും മൂലമുണ്ടായ പ്രതിഷേധങ്ങളും രണ്ടാം പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നു. AI ക്യാമറ വിവാദവും മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന് കരാർ നൽകിയെന്ന ആരോപണവും ചർച്ചയായി. ഇതിനെയെല്ലാം CPIM മുൻപിൽ നിന്ന് പ്രതിരോധിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാം വർഷം ഏറെ തലവേദനയായത് മാസപ്പടി. കരിമണൽ കമ്പനിക്ക് ഖനനാനുമതി നൽകാൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വഴി മാസപ്പടി വാങ്ങിയെന്ന ആരോപണം ആദ്യം പ്രതിപക്ഷം ആയുധമാക്കിയില്ല. എന്നാൽ നിയമസഭയിൽ മാത്യു കുഴൽനാടന്റെ അപ്രതീക്ഷിത നീക്കവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉം BJP-യും വിഷയം ആയുധമാക്കി. പലപ്പോഴും സർക്കാരും CPIM-ഉം വിയർത്തു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മാസപ്പടിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആശ്വാസമായി. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ മരിച്ചതും സർക്കാരിന്റെ പിടിപ്പുകേടായി പ്രതിപക്ഷം ഉയർത്തി. പിന്നാലെയാണ് സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് CPM ആണെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. അണികളെ വഞ്ചിച്ചുവെന്ന വിശ്വാസ്യതാ പ്രശ്നത്താൽ പ്രതിസന്ധിയിലായ CPIM ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനെ തള്ളി. കഴിഞ്ഞില്ല, വീണ്ടും ഉയർന്നു പലതരത്തിലുള്ള വിവാദങ്ങൾ. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ പോലീസ് സഹായിച്ചെന്ന ആരോപണം ആഭ്യന്തര വകുപ്പിന്റെ നിഷ്ക്രിയത്വമായി ഉയർന്നു. ഏറ്റവും ഒടുവിൽ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലെ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനവും വിവാദത്തിന് വഴിവെച്ചു. ദേശീയപാതാ വികസനത്തിന്റെ വേഗവും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സർവേയും ലൈഫ് മിഷൻ പദ്ധതിയുമൊക്കെയാണ് സർക്കാർ ഭരണനേട്ടമായി ഉയർത്തുന്നത്. 24 തിരുവനന്തപുരം. ജിഷ വധക്കേസിലെ വിധി അല്പസമയത്തിനകമുണ്ട്. വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം, കുറ്റമുക്തനാക്കണമെന്ന പ്രതിയുടെ ആവശ്യം അല്പസമയത്തിനകം വിധി വരികയാണ്. അതിലേക്ക് ഉടൻ തന്നെ എത്താമെന്ന് കരുതുന്നു. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ 36ാമത് സംസ്ഥാന സമ്മേളനവും അവാർഡ് വിതരണവും കോഴിക്കോട് നടന്നു. സാംസ്കാരിക അവാർഡ് ദാന സമ്മേളനം
ഇ ടി മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ വിജ്ഞാന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനം PK ബഷീർ MLA നൽകി. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, പാരിസൺസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ NK മുഹമ്മദ് അലി, KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി തുടങ്ങിയവർ ആ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകൾ പുനർനിർണ്ണയിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി ഓർഡിനൻസ് പുറപ്പെടുവിക്കും. ജനസംഖ്യാനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടും. വാർഡ് വിഭജനത്തിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ സമിതി രൂപീകരിക്കുകയും ചെയ്യും. വാർഡ് പുനർനിർണയത്തിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കാനാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി ഓർഡിനൻസ് പുറപ്പെടുവിക്കും. ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിച്ച ശേഷം ഹിയറിംഗ് നടത്തിയാകും അന്തിമ തീരുമാനമെടുക്കുക. വാർഡ് വിഭജനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ്. 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,962 വാർഡുകളാണ് നിലവിലുള്ളത്. ഓർഡിനൻസ് പ്രകാരം 1300 വാർഡുകൾ പുതിയതായി രൂപീകരിക്കേണ്ടി വരും. നഗരസഭകളിലെ വാർഡുകളുടെ ആകെ എണ്ണം 3078 നിന്ന് 3205 ആകും. ഓരോ നഗരസഭയിലും വാർഡുകളുടെ കുറഞ്ഞ എണ്ണം 25 നിന്ന് 26 ആകും. കോർപ്പറേഷനുകളിലേത് കുറഞ്ഞത് 55 നിന്ന് 56ആയും പരമാവധി 100 നിന്ന് 101ആയും വർദ്ധിക്കും. ജില്ലാ പഞ്ചായത്തുകളിൽ 3311 ഡിവിഷനുകളുള്ളതിൽ 15 എണ്ണം കൂടി വർദ്ധിക്കും. എന്നാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കില്ല. വാർഡ് വിഭജനത്തിനായി കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല. പിന്നീട് നിയമസഭ ബിൽ പാസാക്കിയെങ്കിലും കോവിഡ് വന്നതോടെ വാർഡ് വിഭജനം ഒഴിവാക്കി. ഈ ബില്ലിൽ കാര്യമായ മാറ്റം വരുത്താതെയാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കുക. 24 തിരുവനന്തപുരം. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥി ജിഷയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയിൽ ഹൈക്കോടതി വിധി ഉടൻ. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലിലും കോടതി അല്പസമയത്തിനകം വിധി പറയും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഏറ്റവും നിർണായകമായ ദിവസമാണ് കേസിനെ സംബന്ധിച്ച് ഇന്ന്. എപ്പോഴാണ് കൃത്യമായി വിധി പ്രതീക്ഷിക്കേണ്ടത്? ശ്രീകാന്ത്. അല്പസമയത്തിനകം ഈ കേസിൽ വിധി വരും എന്നാണ് ഹാഷ്മി പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റിസ് PV സുരേഷ് കുമാറിന്റെയും ജസ്റ്റിസ് S മനുവിന്റെയും ഡിവിഷൻ ബെഞ്ച് ഈ ഹർജിയിൽ വിധി പറയും. 2 ഹർജികളാണ് ഉള്ളത്. ആദ്യത്തേത് സർക്കാരിന്റെ അപേക്ഷയാണ്. അതിൽ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് അനുമതി നൽകണം എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. രണ്ടാമത്തേത് ഈ പ്രതി തന്റെ ശിക്ഷ റദ്ദാക്കണം, തന്നെ കുറ്റമുക്തനാക്കണം എന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയിട്ടുള്ള അപേക്ഷയാണ് രണ്ടാമത്തേത്. ഈ 2 ഹർജികളിന്മേൽ, അപേക്ഷകളിന്മേൽ വാദം പൂർത്തിയായിരുന്നു. ഇന്നിപ്പോൾ വിധി പറയാൻ വച്ചിരിക്കുകയാണ്. ഏറെ വിവാദമായ കോളിളക്കമുണ്ടാക്കിയ കേസാണ് ഈ ജിഷ കൊലക്കേസ്. അതിലാണിപ്പോൾ പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ എത്തിയത്. ഇതൊരു സാങ്കേതിക നടപടിയാണ്. കീഴ്ക്കോടതി വധശിക്ഷ വിധിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് ഹൈക്കോടതിയിൽ നിന്നും അനുമതി വാങ്ങണം. അതാണ് സർക്കാർ ചെയ്തത്. അതേസമയം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ശിക്ഷ റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത്. ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ പോലും മനസ്സിലാകും. ഓരോ ഘട്ടത്തിലും, ആദ്യഘട്ടത്തിൽ ഈ കേസ് അത്രയധികം പൊങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതിൽ പല അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി മാറി വന്നു. ആദ്യമുണ്ടായിരുന്ന അന്വേഷണ സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് DYSPക്ക് വീഴ്ച സംഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ വെച്ചു. അതിനുശേഷം ADGP ആയിരുന്ന B സന്ധ്യയുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഈ കേസിൽ അവരുടെ മേൽനോട്ടത്തിലാണ് ഈ കേസ് അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും. ശേഷം 2017 ഈ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും കീഴ്ക്കോടതി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായത്. ഇന്നറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകുമോ എന്നുള്ള കാര്യം. ആ സാങ്കേതിക നടപടി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നുള്ളത്. മറ്റൊന്ന്, പ്രതിയുടെ ആവശ്യം, തന്റെ ശിക്ഷ റദ്ദാക്കണം എന്നുള്ള, തന്നെ വെറുതെ വിടണം എന്നുള്ള പ്രതിയുടെ ആവശ്യം, അത് നടപ്പിലാക്കപ്പെടുമോ? ഈ 2 കാര്യങ്ങൾ ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരും. അല്പസമയത്തിനകം ഇതിൽ വിധിയുണ്ടാകും. അല്ല ശ്രീകാന്ത്, വധശിക്ഷയിൽ നിന്ന് മാത്രമല്ല തന്നെ കുറ്റമുക്തനാക്കണം, തന്നെ വെറുതെ വിട്ട് കുറ്റമുക്തനാക്കി വെറുതെ വിടണം എന്നുള്ളതാണ് പ്രതിയുടെ ആവശ്യം. വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതിയിൽ നിന്ന് അത്തരത്തിലൊരു ആവശ്യം സാധാരണമാണോ? ശ്രീകാന്ത്, കേൾക്കാമോ? ഞാൻ ചോദിച്ചത്, ഈ പ്രതി പറയുന്നത് വധശിക്ഷ ഒഴിവാക്കി തരണമെന്നല്ല. സാധാരണഗതിയിൽ വധശിക്ഷ വിധിക്കപ്പെട്ട പ്രതികൾ പറയുന്നത് പോലെ വധശിക്ഷ ഒഴിവാക്കണം, മാത്രമല്ല ഈ കുറ്റത്തിൽ നിന്ന് കുറ്റം ഒഴിവാക്കി തന്നെ കുറ്റമുക്തനാക്കി വെറുതെ വിടണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് സാധാരണഗതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പ്രതികൾ ആവശ്യപ്പെടുന്ന ആവശ്യമാണോ അത്? ശ്രീകാന്ത്.
സാധാരണഗതിയിൽ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വരാറില്ല. പക്ഷേ അങ്ങനെ ഒരു ആവശ്യമാണ് കോടതിയുടെ മുൻപാകെ എത്തിയത്. അതിന്മേൽ കൃത്യമായ വാദം നടന്നു. മികച്ച അഭിഭാഷകനെ തന്നെയാണ് ഈ പ്രതിക്ക് വേണ്ടി ഇറക്കുകയും ചെയ്തത്. ഹൈക്കോടതിയിൽ തന്നെ മികച്ച അഭിഭാഷകരിൽ ഒരാളാണ് പ്രതിക്ക് വേണ്ടി ഹാജരാവുകയും ചെയ്തത്. എന്തായാലും കോടതിയാണ് അന്തിമമായ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തേണ്ടത്. കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനം പറയുകയും വേണ്ടത്. അല്പസമയത്തിനകം ഇതിൽ കോടതിയുടെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കണ്ടിടത്തോളം, ഈ വാദം കേട്ടിടത്തോളം ഇതിൽ പ്രതിക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യം സംശയകരമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ഊന്നി പറയുക സാധ്യമല്ല. കോടതി തീരുമാനമെടുക്കേണ്ടതാണ്. അല്പസമയത്തിനകം ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ വിധി പ്രസ്താവം നടത്തും. ഹാഷ്മി, ശരി, നമുക്ക് കോടതി വിധി പ്രവചിക്കൽ ശരിയുമല്ല. പക്ഷേ ഈ പ്രതിക്ക് എന്തുകൊണ്ട് വധശിക്ഷ നൽകി എന്ന കാരണങ്ങൾ കൃത്യമായി അക്കമിട്ട് നിരത്തി ആയിരുന്നു വിചാരണ കോടതി വിധി. ശ്രീകാന്ത്, തീർച്ചയായും ആ വിചാരണ കോടതി വിധി മാത്രമല്ല, ഇവിടെ അതിനുശേഷം നടന്ന വാദത്തിലും, ഹൈക്കോടതിയിൽ നടന്ന വാദത്തിലും പ്രോസിക്യൂഷൻ ഭാഗം ശക്തമായി തന്നെ ഈ പ്രതിയുടെ ആവശ്യത്തെ എതിർത്തിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ആവശ്യം കീഴ്ക്കോടതി വിധി നടപ്പാക്കാൻ അനുവദിക്കണം എന്നുള്ളത് കൂടിയായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗം. അത് ഹൈക്കോടതി മുൻപാകെ പ്രോസിക്യൂഷൻ അക്കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കീഴ്ക്കോടതിയിൽ അവർക്ക് എന്തൊക്കെ തെളിയിക്കാൻ സാധിച്ചോ അതെല്ലാം തന്നെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കാനും അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഈ വധശിക്ഷ നടപ്പാക്കാൻ അനുവദിക്കണം എന്ന സാങ്കേതികമായ നടപടി, അപേക്ഷ, അതാണ് കോടതിയുടെ മുൻപാകെ എത്തിയത്. എപ്പോൾ ഇനിയിപ്പോൾ അധിക സമയം ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ? ഈ രണ്ട് വിധിയും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ, ഇപ്പോൾ പ്രതിയുടെ ആവശ്യത്തിലും പ്രോസിക്യൂഷൻ ആവശ്യത്തിലും ഒരേ സമയം തന്നെ ഉണ്ടാകും എന്നല്ലേ കരുതേണ്ടത്? ഇനിയിപ്പോൾ അതിനകത്ത് വാദത്തിന്റെ പ്രസക്തി ഇല്ലല്ലോ, വാദങ്ങൾക്ക്, ചെറിയ വാദങ്ങൾക്ക് പോലുമുള്ള പ്രസക്തി ഇന്നില്ലല്ലോ അല്ലേ ശ്രീകാന്ത്? തീർച്ചയായുമില്ല. കാരണം ഇതിൽ വാദം പൂർത്തിയായി, അന്തിമവാദം അടക്കം പൂർത്തിയായി. അതിനുശേഷം വിധി പറയാനായി മാറ്റിയതാണ്. അതിനാൽ തന്നെ വിധി പ്രസ്താവം ആണ് നടക്കാൻ പോകുന്നത്. അത് ഇന്ന് പ്രത്യേകമായി മറ്റ് ചോദ്യങ്ങളോ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള മറുപടികളോ ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. നേരെ മറിച്ച് വിധിയിലേക്ക് നേരിട്ട് കോടതി കടക്കുക എന്നുള്ളത് തന്നെയാകും ഇന്ന് നടക്കാൻ പോകുന്നത്. ആദ്യം ഒരു പക്ഷേ പ്രതിയുടെ അപേക്ഷയായിരിക്കും, അതിന്മേലായിരിക്കും വിധി പറയുന്നത്. രണ്ടാമതായിരിക്കും ഒരുപക്ഷെ സർക്കാരിന്റെ ഈ ആവശ്യത്തിന്മേലേക്ക് ആ ഹർജി കോടതിയിൽ വിധി ഉണ്ടാകും. അല്പസമയത്തിന് ഏറെ നിർണായക വിധിയാണ്.